നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ കർത്താവിനോടൊത്ത് ജീവിക്കുമ്പോഴാണ്. അതങ്ങനെ ഈശോടൊത്ത് ജീവിക്കാൻ ദൈവം നമുക്ക് തരുന്ന ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം, ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മളെ വെറും കൈയോടെ ഒരിക്കലും പറഞ്ഞയക്കില്ല. നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഈ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത്. എൻ്റെ ദൈവം എന്നെ മാത്രം ഒന്ന് തൊടുന്നില്ലല്ലോ, എനിക്ക് മാത്രം ഒരു അനുഗ്രഹം ഇല്ലല്ലോ, എൻ്റെ കർത്താവ് എന്നെ എന്താ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത്, എന്നെ മാത്രം കാണാൻ കർത്താവിന് കണ്ണില്ലേ എന്നൊന്നും ആരും ചിന്തിക്കരുത്, നിരാശപ്പെടരുത്. ദൈവം തൻ്റെ ആശീർവാദം ആരിൽ നിന്നും മാറ്റി നിർത്തില്ല. ദൈവമാണോ നമ്മളെ ഇവിടേക്ക് വിളിച്ചത്? ദൈവമാണോ ആകർഷിച്ചെത്തിച്ചത്? അങ്ങനെയെങ്കിൽ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് നിർബന്ധമായും ദൈവം തന്നിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം. വചനം പറയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഒരാളെ എന്നാൽ ദൈവം മാറ്റി നിർത്തിയില്ല, എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടി. അങ്ങനെയെങ്കിൽ ദൈവമാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചതെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതെ വിടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് വന്നത് ദൈവം നമ്മളെ ക്ഷണിച്ചതുകൊണ്ടാണ്, ആകർഷിച്ചതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ വെറും കൈയോടെ പറഞ്ഞയക്കില്ല. സന്തോഷത്തോടെ, ശങ്കിക്കാതെ ദൈവസന്നിധിയിൽ സംശയമില്ലാതെ ഇരിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് നമുക്ക് ഇന്ന് തരുന്ന ഒരു വചനം മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യമാണ്. നമുക്ക് വായിച്ചു കേട്ട് നമ്മുടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ആശീർവാദത്തിനായി ഒരുങ്ങുകയും ചെയ്യാം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാണ്ടിരിക്കുന്നത് ഈ വചനത്തിൻ്റെ പൊരുൾ അറിഞ്ഞാൽ, ഗ്രഹിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യമാണ്, യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഈശോ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഇത് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്മസ് നമുക്ക് പൂർണ്ണമാവുകയുള്ളൂ. ഇവിടെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് മത്തായി ശ്ലീഹ പറയുകയാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും. പരിശുദ്ധ അമ്മ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ നമ്മുടെ രക്ഷകനാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മെ രക്ഷിക്കുന്നവനാണ്. എന്തിൽ നിന്നാണ് നമ്മെ രക്ഷിക്കുന്നത്? നമ്മെ നമ്മളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഇതാണ് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്നത്തെ കാലത്തെ ആളുകൾ പക്ഷേ ഇത് കേട്ട് മത്തായി ശ്ലീഹായെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. മത്തായി ശ്ലീഹ ഇത് പഠിപ്പിച്ചപ്പോൾ, ഇത് എഴുതി വച്ചപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും, പാപങ്ങളിൽ നിന്നോ, പാപത്തിൻ്റെ കാര്യമൊക്കെ പിന്നെ മതി, ഞങ്ങൾക്കിപ്പോൾ രക്ഷ വേണ്ടത് ദാരിദ്ര്യത്തിൽ നിന്നാണ്, റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്നാണ്, ഞങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന രാഷ്ട്രീയ ആധിപത്യങ്ങളുണ്ട്, ഞങ്ങൾ യുദ്ധ തടവുകാരായി ഞങ്ങളെ പിടിച്ചുകൊണ്ടു പോകുന്ന അസീറിയക്കാരുണ്ട്, ഗ്രീക്കുകാരുണ്ട്, ഇവരുടെ ഈ അടിമത്തത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് മോചനം വേണ്ടേ, ഞങ്ങൾക്ക് പാപമോചനമൊക്കെ പിന്നെ മതി, ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത് 4 പുത്തം വേണം, ജീവിക്കാൻ ഒരു തുണ്ട് മണ്ണ് വേണം, ഞങ്ങൾക്ക് ഒരു വീട് വേണം, ഞങ്ങൾക്ക് ജീവിക്കാൻ വരുമാന മാർഗം തുറന്നു കിട്ടണം, അതുകൊണ്ട്
മിശിഹ വരുമ്പോൾ ഞങ്ങളെ ഈ ദേശത്തിൻ്റെ രാഷ്ട്രീയ പാരതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് രക്ഷ വേണ്ടത് ഞങ്ങൾ ഈ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആളുകളിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു അന്നത്തെ കാലത്തെ രക്ഷകനെക്കുറിച്ചുള്ള ചിന്ത. ശ്രദ്ധിച്ചു കേൾക്കണം. രക്ഷകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ റോമാക്കാരിൽ നിന്ന് രക്ഷിക്കണം, ഈ സീസറിൻ്റെ ആധിപത്യത്തിൽ രക്ഷിക്കണം. ഈ ഹെറോദേസ് ഉണ്ടല്ലോ, ഈ ഹെറോദേസിൻ്റെ ഒരു ഭാര്യയെ സംശയം മൂലം ഈ ഹെറോദേസ് ചുട്ടുകരിച്ചു വന്നതാണ്. ഹെറോദേസിന് 10 ഭാര്യമാരുണ്ടായിരുന്നു. ഈ ഹെറോദിൻ്റെ മക്കളായിരുന്നു ഹെറോദ് അന്തിപ്പാസ്, ഹെറോദ് അർക്കലാവുസ്, ഫിലിപ്പ്, ഇങ്ങനെ ഒത്തിരി മക്കളുണ്ട്. എല്ലാവർക്കും ഓരോ പ്രവിശ്യകളൊക്കെ തിരിച്ചു കൊടുത്തു. ഈ ഹെറോദേസ് എന്ന് പറഞ്ഞാൽ ക്രൂരനാ. ഈശോയുടെ കാലത്ത് കുഞ്ഞുങ്ങളെ കൊന്ന ഹെറോദേസ്, ഈശോയുടെ ശിശുവധം നടത്തിയ ഹെറോദേസ് എന്ന് പറഞ്ഞാൽ ക്രൂരനായ ഒരു മനുഷ്യനാ. ഈ ഹെറോദേസിന്റെ അടിമത്തത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഈ വലിയ ഈ സീസറിന്റെ അടിമത്തത്തിൽ നിന്ന്, ചക്രവർത്തിയുടെ അടിമത്തത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ ഇവരുടെ ലക്ഷ്യം. ഈ ഞെരുക്കം കണ്ടിട്ടാണ് ഇവരെങ്ങനെയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? മക്കളെ, ഞാൻ രക്ഷകനെ അയക്കുന്നത് പാപത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രതീക്ഷയോടിരുന്ന ജനം മുഴുവനും നിരാശപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിരുന്നത് 4 പുത്തൻ തരുന്ന, ഞങ്ങളെ ഈ സാമ്പത്തിക ക്ലേശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, ഞങ്ങളെ രാഷ്ട്രീയ അടിമത്തത്തിൽ മോചിപ്പിക്കുന്ന ഒരു രക്ഷകനെയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും അനുഭവിക്കുന്ന ക്രമരാഹിത്യങ്ങൾക്കും മനുഷ്യൻ അനുഭവിക്കുന്ന അസമാധാനത്തിനും അസന്തുഷ്ടിക്കും നിരാശകൾക്കും ബൈബിൾ, സ്വർഗം, ദൈവം, യേശു പറയുന്ന കാരണം ഒന്നേയുള്ളൂ. അതിൻ്റെ പേരാണ് പാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ബൈബിളിന്റെ പാഠം. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ക്രമം തെറ്റുന്ന ജീവിത ശൈലികൾക്കും, എല്ലാ ദുരന്തങ്ങൾക്കും, വേട്ടയാടപ്പെടലിനും, എല്ലാ ഇരയാക്കൽപ്പെടലിനും, അടിമത്തങ്ങൾക്കും കാരണം ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം മുറിഞ്ഞു. ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം തിരികെ പിടിച്ചാൽ എല്ലാം ക്രമപ്പെട്ടുകൊള്ളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സിലേക്ക് ആഴത്തിൽ പ്രവേശിക്കേണ്ട ഒരു കാര്യമാ പ്രിയപ്പെട്ടവരെ. ദൈവവുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ മുഖം വാടില്ല, കണ്ണിൽ ഇരുട്ട് കയറില്ല. ദൈവവുമായൊരു ബന്ധം നീ തിരികെ പിടിച്ചാൽ നിന്റെ മനസ്സിൽ മ്ലാനത വരില്ല. ഒരുപക്ഷെങ്കിൽ കാണാൻ ഇത്തിരി സൗന്ദര്യം കുറവാണെങ്കിലും, നിറം ഇത്തിരി മങ്ങിയതാണെങ്കിലും, അല്പം സൗന്ദര്യം വിട്ടുനിന്നാലും മുഖത്ത് ഒരു തലയെടുപ്പ്, മനസ്സിൽ ഒരു ധൈര്യം, ഈ ഭൂമിയുടെ ഏത് വെല്ലുവിളികളെ നേരിടാൻ ഒരു കൃപ നിന്നെ പൊതിയും. ഇതാണ് പാപമില്ലാത്ത അവസ്ഥ. ഇതിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമുക്ക് തരുന്ന ഈ സുവിശേഷം ഇതാണ്. അവൻ വന്നിരിക്കുന്നത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ്. ഈ ബന്ധനത്തിൽ നിന്ന് മോചനമുണ്ടെങ്കിൽ എല്ലാം ക്രമപ്പെട്ടുകൊള്ളും. കാരണം ഞാൻ 5 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളോട് പറയാം. ദൈവമല്ല നമ്മളെ ശിക്ഷിക്കുന്നത്, നമ്മുടെ പാപമാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദുരിതം. നമ്മൾ വിചാരിക്കുക, എന്താ ഈ കടം, എന്താ ഈ രോഗം, എന്താ വഴിയൊന്നും തെളിയാത്തേ, എന്താ ഈ നിരാശ, എന്താ മനസ്സിനൊരു സമാധാനം ഇല്ലാത്തേ, എന്തുകൊണ്ടാണ് മറ്റുള്ളവർ എന്നെ ഇങ്ങനെ ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കണേ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ, നിരന്തരം എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ? പ്രിയപ്പെട്ടവരെ, കാരണം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം മുറിഞ്ഞാൽ പിന്നീട് നമുക്കൊരിക്കലും
ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതായിട്ട് എടുക്കണം. ഈ ക്രിസ്മസ് കാലയളവിൽ നന്നായിട്ട് കുമ്പസാരിച്ച് നമ്മൾ നല്ലൊരു ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് ഈശോ നമ്മളെ ഇന്ന് ക്ഷണിച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ക്രിസ്മസിൻ്റെ പൊരുള്, അതിൻ്റെ കൃപ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വളരെ സീരിയസ് ആയിട്ട് ഇത് എടുക്കാൻ കാര്യം എന്താണെന്നറിയാം. പാപം ദൈവം ഗൗരവത്തോടെ എടുക്കും. കാരണം എന്താണെന്നറിയാമോ? പാപവുമായിട്ട് നമ്മൾ ജീവിച്ചാൽ നമുക്കൊരിക്കലും ഐശ്വര്യം ഉണ്ടാവുകയില്ല. നമ്മൾ വിചാരിക്കുക എൻ്റെ ദൈവമാണ് നമ്മളെ പരീക്ഷിക്കുന്നത്, ദൈവമായിട്ട് ശിക്ഷിക്കുന്നത്. അങ്ങനല്ല. ബൈബിൾ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചാൽ മനസ്സിലാകും, ദൈവം ശിക്ഷിക്കില്ല. പക്ഷേ നമ്മുടെ പാപം നമ്മളെ വേട്ടയാടും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ദൈവം ഈ പാപത്തെ എടുക്കും. കാരണം എൻ്റെ കുഞ്ഞിനെ ഈ പാപമിട്ട് ഇണ്ണാറ എണ്ണിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ ഈ ദുരിതപ്പെടുത്തുന്നതെല്ലാം ഈ പാപമാണെന്നറിയാവുന്ന ദൈവം പാപത്തെ വെറുക്കും. പാപിയെ സ്നേഹിക്കും, പാപത്തെ വെറുക്കും. അതുകൊണ്ട് ദൈവം എപ്പോഴും പറയും, മക്കളെ പാപത്തിൽ നിന്ന് മാറി നടക്കണേ, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണേ. കാരണം ഈ പാപം എന്നെ വേട്ടയാടുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം മുന്നറിയിപ്പുകൾ നൽകുന്നത് ശ്രദ്ധിക്കണം നമ്മൾ. ചിലർക്കിത് തമാശയാണ്, എന്ത് ഈ പാപം എന്നൊക്കെ പറയുന്നേ. ചിലർക്കിത് ഒളിക്കാനറിയാം, ചിലർക്കിത് മറയ്ക്കാനറിയാം. ചിലർ പാപമൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ ദൈവം എന്താ പറയുന്നതെന്നറിയാമോ? ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം തിരുവചനം. ജെറമിയ 17:1 പറയും, യൂദായുടെ പാപം, വായിച്ചേ, യൂദായുടെ പാപം നാരായം കൊണ്ട് എഴുതിയിരിക്കുന്നു, വജ്രമുന കൊണ്ട് അവരുടെ ഹൃദയഭിത്തികളിലും അവരുടെ ബലിപീഠങ്ങളുടെ കൊമ്പുകളിലും കൊത്തിവെച്ചിരിക്കുന്നു. യൂദാ പറഞ്ഞത് നമ്മളെയാ. നിന്റെ പാപം നാരായം കൊണ്ട് എഴുതിയിരിക്കുന്നു. പണ്ട് ഈ ആശാൻ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചവർക്കറിയാം, എഴുത്തോലയിൽ ഈ ആശാൻ നാരായം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതുന്നത്. ഒരുതരം ഒരു കുന്തമാണത്, സൂചിമന. ദൈവം പറയാണ്, പാപത്തെ നാരായം കൊണ്ടിങ്ങനെ എഴുതി വെക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ തൊണ്ടിട്ട് ഒരച്ചാലും കാരമിട്ട് തേച്ചാലും ഇത് മായുകയില്ല. ഈ എഴുത്തോലയ്ക്ക് ഒരു തലക്കെട്ടൊക്കെ കെട്ടി ഈ ഓലയിൽ ഈ നാരായം കൊണ്ട് എഴുതിയിട്ട് മഞ്ഞളും കൂടെ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ അതേ പിന്നെ മായുകയില്ല, അവിടെ ഇരിക്കും. ഇതിങ്ങനെ എഴുതി വച്ചിരിക്കാൻ കാര്യം എന്താ പറയുന്നേ? പാപം വളരെ ഗൗരവത്തോടെ ദൈവം എടുക്കുന്നുണ്ട്. ദൈവത്തിന് ഇത് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ്. നമുക്കിത് തമാശയാണെങ്കിലും ചെറിയ പാപം പോലും, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഇതിങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയാവോ? ഈ പാപം ഇത് ഏറ്റുപറയാതിരുന്നാൽ, ഇത് നമ്മൾ ഏറ്റുപറയാത്ത പാപം നമ്മളെ ജീവിതത്തെ ഇട്ട് കശക്കിക്കളയും. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, ഈ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയും, പ്രഭാഷകൻ 7-ാം അധ്യായം 8-ാം വാക്യം, പാപം ആവർത്തിക്കരുത്, ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതെ ഇരിക്കുകയില്ല. പാപം ആവർത്തിക്കരുത്. ഒരു പാപം ചെയ്തു പോയി, പറ്റിപ്പോയി, അന്നേരം അങ്ങ് സോറി പറഞ്ഞോണം. വീണ്ടും അത് ആവർത്തിക്കരുത്. ഈശോയെ ഒന്ന് കുമ്പസാരിച്ച് അത് മോചനം പ്രാപിച്ചോണം. അത് ആവർത്തിച്ചാൽ കർത്താവ് പറയാണ്, ആദ്യത്തേത് പോലും സീരിയസ് ആയിട്ട് എടുക്കും. ദൈവത്തിന് ഇത് വലിയ വിഷയമാണ്. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തെങ്കിലും നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ കിടന്ന് കഷായിക്കേണ്ടി വരും. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ദൈവമല്ല ശിക്ഷിക്കുന്നത്, ഈ പാപം നമ്മളെ വേട്ടയാടും. അപ്പൊ ചോദിച്ചു, ഇതെന്താ വേട്ടയാടാൻ കാര്യം? സ്നേഹമുള്ളവരെ, പാപമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവൻ മുറിച്ചു മാറ്റപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ജീവൻ നമ്മിൽ മാനിഫെസ്റ്റ് ചെയ്യാതിരുന്നാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഞെരുക്കങ്ങളിൽ പെട്ടുപോകും. ഈ ഭൂമിയിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഈ ദൈവീക ജീവനാ. ഈ ദൈവീക ജീവൻ നമുക്ക് അറ്റുപോയാൽ
പിന്നെ നമ്മൾ കിടന്ന് കഷായിക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ലോജിക്. നമ്മൾ പാപം ചെയ്യുന്നത് വഴി ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കുരിശിൽ അവൻ കിടന്ന് പിടയുന്നത് കണ്ടേ. പാപത്തിന്റെ റിസൾട്ടാണത്. അവൻ സഹിച്ച അതിദാരുണമായ പീഡ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പാപത്തിന്റെ റിസൾട്ടാണ് അത്. അതുകൊണ്ട് അത്രമേൽ ദാരുണമായ ഭീകരമായ അവസ്ഥയാണിത്. അതുകൊണ്ടാണ് അവൻ കിടന്ന് 3 നാഴിയിൽ കിടന്ന് പിടഞ്ഞത്. അത്രമേൽ ഗൗരവമുള്ളൊരു വിഷയമായത്. ഇത് നിസ്സാരമല്ല. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടങ്ങളിൽ നാം ചിന്തിക്കേണ്ടത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആത്മാക്കൾ എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ നിസ്സാരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിസ്സാരമായ ഒരു കാര്യം, അത് ഈ ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു സംഭവം. സങ്കീർത്തനം 90-ാം സങ്കീർത്തനം. അതിൻ്റെ ഹെഡിങ് ഒന്ന് വായിക്കാമോ? 90-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് ഒന്ന് വായിക്കാമോ? അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും. അതാണ് അതിന്റെ ഹെഡിങ്. അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും എന്ന് പറഞ്ഞാല് അതിനകത്തൊരു ചെറിയ ഹെഡിങ് ഉണ്ട്. അതൊന്ന് വായിക്കാമോ? ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന. ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഈ പ്രാർത്ഥന ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മോശയുടെ ഒരു സഹോദരനായിരുന്നു അഹറോൻ മരിച്ചപ്പോൾ അഹറോന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പാടിയ സങ്കീർത്തനമാണിതെന്നാണ് പറയുക. കാരണം അതിനകത്ത് ചില വാക്കുകളൊക്കെ ഉണ്ട്. ഇതൊരു ചരമഗീതമാണ്. നമ്മൾ പാടാറില്ലേ? ഡെഡ് ബോഡിയൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് സമയമാ രഥത്തിൽ ഞാൻ. പേടിയാണോ പാട്ട് പാടാൻ? ഈ പാട്ട് ആരും പാടാറില്ല, പേടിയാണെന്ന്. അവിടെ അതുപോലുള്ള ഒരു പാട്ടായിരുന്നു മോശ പാടിയ പാട്ടാണ് ഈ 90-ാം സങ്കീർത്തനം. അതിനകത്ത് 3-ാമത്തെ വാക്യം വായിക്കാമോ? മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. അതായത് അഹറോന്റെ ഡെഡ് ബോഡി ഇങ്ങനെ വെച്ചിട്ട് മോശ പാടുകയാണ്, മനുഷ്യനെ, അഹറോനെ അങ്ങ് പൊടിയിലേക്ക് മടക്കി അയച്ച്. വീണ്ടും 5-ാം വാക്യം, അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ല് പോലെയാണവൻ. മനുഷ്യന്റെ ആയുസിന്റെ പരിമിതിയെ കുറിച്ചാണ് പറയുക. 10-ാം വാക്യമോ, ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. കർത്താവേ എന്നല്ലേ നമ്മൾ പാടുന്നല്ലേ? 70 80 മാത്രം നീളുമായുസ്സു നിനച്ചാൽ കഷ്ടത മാത്രം. അതെ, ഇത് സങ്കീർത്തനം നമ്മൾ പാടുന്നേ. മോശ പാടുകയാണ്, കർത്താവേ മനുഷ്യന്റെ ആയുസ് ഇത്രമേൽ പരിമിതമായ ഒരു ആയുസാണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. അതിനകത്ത് 12-ാമത്തെ വാക്യത്തിൽ എന്താണ് വായിക്കുന്നത് അറിയാമോ? 12-ാം വാക്യം, ഞങ്ങളുടെ ആയുസിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതാണ് ഈ ചരമഗീതമായതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചത്, ദൈവമേ ഞങ്ങളുടെ ആയുസിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്നിട്ട് അതിനകത്ത് 8-ാമത്തെ വാക്യം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കാൻ പോവാണേ. മോശ പ്രാർത്ഥിച്ചതാണ്. ഈ അഹറോന്റെ ഡെഡ് ബോഡിയൊക്കെ മുൻപ് വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞങ്ങളുടെ ആയുസ് നിങ്ങളുടെ മുൻപിൽ പുക പോലാണ്, പുല്ലുപോലാണ്, പെട്ടെന്ന് തീരുക. ഞങ്ങളുടെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ പഠിപ്പിക്കണേ കർത്താവേ. എപ്പോൾ വേണേലും മരിക്കും കർത്താവേ, മരണം എപ്പോൾ വേണേലും സംഭവിക്കും. നമ്മുടെ നമ്മുടെ ബത്തേരി രൂപതയിലെ മിടുക്കനായ ഒരു വൈദികൻ കഴിഞ്ഞ ദിവസം അറ്റാക്ക് വന്ന് മരിച്ചു. അദ്ദേഹം ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് ജപമാലയും ചൊല്ലി സന്തോഷത്തോട് പോയി കിടന്നാണ്. അടുത്ത ദിവസത്തെ പ്രസംഗവുമൊക്കെ ഒരുങ്ങി വിശുദ്ധ കുർബാന ചൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ പോയി കിടന്നാണ്. ആ രാത്രി ഉണർന്നില്ല. നിങ്ങളത് കണ്ടായിരുന്നോ? ജോർജ് പൊക്കത്തായി അച്ഛൻ. ഞാൻ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ്
ബത്തേരിയിലെ വൈദികരെ ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ ഈ അച്ഛൻ മുന്നിൽ വന്നിരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛന് ആ അച്ഛൻ വന്ന് ധ്യാനമൊക്കെ കൂടുകയും എൻ്റെ അടുത്ത് വന്ന് പ്രത്യേകം കൗൺസിലിംഗ് ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്ത അച്ഛനാണ്. അപ്പം മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇത്രയുമേ ഉള്ളൂ. എല്ലാം ഒരുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ കടന്നു പോകും. എന്നിട്ട് 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട്, ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. മോശ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല പ്രാർത്ഥിച്ചത്. മോശ വേദനയോടായിരിക്കും പ്രാർത്ഥിച്ചത്. മോശ എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാമോ? കർത്താവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട്, ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. മോശ പ്രാർത്ഥിക്കുകയാണ്. ഈ മരണം കണ്ടിട്ട് മോശ പറയാണ്, കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞു പാപങ്ങൾ പോലും അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവം ചെറിയ പാപം പോലും ഗൗരവത്തോടെ എടുക്കും. കാരണം നമ്മൾ പാപത്താൽ വേട്ടയാടപ്പെടരുത്, ഈ പാപം നമ്മളെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യരുത് എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇത് മോശയ്ക്ക് വെളിപ്പെട്ടിട്ട് മോശ പറയാണ്, ചെറിയ പാപം പോലും ദൈവം ശ്രദ്ധിക്കും. അപ്പൊ ചോദിച്ചേക്കാം, ഈ മോശയ്ക്കൊക്കെ ചെറിയ പാപം ഉണ്ടായിരുന്നോ? ദൈവത്തെ മുഖാമുഖം കണ്ട മോശ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് 10 കൽപ്പനകൾ സ്വീകരിച്ച മോശ, കയ്യിലിരുന്ന വടി കൊണ്ട് ചെങ്കടലിനെ അടിച്ചപ്പോൾ ചെങ്കടൽ 2ആയി പിളർന്നു മാറി. അത്ര പവർഫുൾ ആയിട്ടുള്ള മോശയ്ക്ക് എവിടുന്ന ഈ പാപം? മോശ നീ അത്ര ചില്ലറക്കാരനൊന്നുമല്ല, നീ വലിയ പുള്ളിയാണ്, നിനക്ക് ഇവിടുത്തെ പാപം? സീനായി മലയിൽ ഈ മോശ ഉപവസിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോ ഈ ജനം പറഞ്ഞു, മോശേ, വല്ല ബെഡ്ഷീറ്റും എടുത്ത് നിന്റെ തലവഴങ്ങയിട്, നിന്റെ മുഖത്തിന്റെ വെട്ടം കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണടിച്ചു പോകും. അത്ര തേജസ്സാർന്ന മുഖമുള്ള ആളാണ് ആര്? മണ്ടണില്ല, ആര്? മോശ അത്ര സീരിയസ് ആണ് ആള്. നിങ്ങൾക്കറിയാമോ, മോശയ്ക്കെതിരെ ഒരു 250 പേര് പൊതുയോഗം കൂടി. അവരെല്ലാവരും കൂടി പൊതുയോഗം കൂടിയിട്ട് പറഞ്ഞു, മോശയ്ക്ക് എന്താ കൊമ്പുണ്ടോ? മോശയുടെ സഹോദരി മിരിയാം, സ്വന്തം പെങ്ങളാണ് ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. അന്നത്തെ കാലത്തും ഈ ചേച്ചിമാരിങ്ങനെ നിൽക്കും. ഈ പൊതുയോഗം കൂടിയിട്ട് പറയും, ആഹാ, മോശയ്ക്ക് എന്നാ കൊമ്പുണ്ടോ? ഞങ്ങൾ കൗൺസിലിംഗ് നടത്തിയ എന്താ ആളുകൾക്ക് കേൾക്കത്തില്ലേ? എല്ലാവരും എന്താ മോശയുടെ കൗൺസിലിംഗ് മുറിയിലോട്ട് പോന്നേ? ആളുകൾ എന്താ ഞങ്ങളുടെ അടുത്തോട്ട് വരാത്തെ? ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ്. പ്രിയപ്പെട്ടവരെ, മോശ ഇങ്ങനെ ഈ സംഭവം ആളുകൾ പിറുപിറുത്ത് മോശയ്ക്കെതിരെ 250 പേര്, അത് നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളിൽ, സംഖ്യയുടെ പുസ്തകത്തിൽ. 250 പേര് മോശയ്ക്കെതിരെ മീറ്റിംഗ് നടത്തി. എന്താ സംഭവിച്ചെന്നറിയോ? മോശ ഇതറിഞ്ഞില്ല. ദൈവം ഇത് കേട്ടിട്ട് ഭൂമി 2ആയിട്ടങ്ങ് പിളർന്ന് പൊതുയോഗം നടന്ന സ്ഥലത്തിരുന്ന ആളുകൾ താഴോട്ടങ്ങ് പോയി. മരിക്കാതെ അടക്കം കിട്ടി. അങ്ങനെയൊക്കെ സംഭവമുണ്ട് കേട്ടോ. മരിക്കൊന്നും വേണ്ട, അടക്കം കിട്ടാൻ. ഭൂമി അങ്ങ് നികന്ന് കാണാനില്ല, അപ്രത്യക്ഷമായി. കാരണം മോശയ്ക്കെതിരെ ആരേലും ഒരു വാക്ക് വെറുത്ത കർത്താവ് അടങ്ങിയിരിക്കുകയില്ല. അത്ര ഗൗരവമുള്ള ടീമാണ് ആര്? മോശ. ദൈവം മുമ്പാകെ ദൈവ പുരുഷനാണ്, ദൈവം തെരഞ്ഞെടുത്ത, ദൈവം തൊട്ട മനുഷ്യനാണ്. മോശയ്ക്കെതിരെ മിരിയാം പിറുപിറുത്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ചേച്ചിയുടെ കൈ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തപ്പോൾ കൈ എല്ലാം വെളുത്തിരിക്കുന്നു. ഒരു വിരലില്ല ഇങ്ങനെ പിടിക്കാൻ. കുഷ്ഠം. അത്ര സീരിയസ് ആണ്. മോശയ്ക്കെതിരെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ ദൈവം ചാടിയിറങ്ങും, മിണ്ടിപ്പോരെന്ന് പറയും. ഇനി ശ്രദ്ധിക്കണം, ഈ മോശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ ചെറിയ പാപം പോലും അങ്ങയുടെ മുമ്പിൽ വെളിപ്പെടും. മോശയ്ക്ക് പാപമുണ്ടോ? അത് മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ വരണം. പുതിയ നിയമത്തിൽ യൂദാസിൻ്റെ ഒരു ലേഖനമുണ്ട്. പുതിയ നിയമത്തിൽ യൂദാസിൻ്റെ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ.
അതിനകത്ത് 9-ാമത്തെ വാക്യത്തിൽ മോശയെക്കുറിച്ച് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ 9-ാം വാക്യം വായിക്കാം. യൂദാസിന്റെ ലേഖനം 9-ാം വാക്യം. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലെ ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. ഒരു നിന്നാ വാക്കുപോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നോട് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചെന്ന്. മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം. മോശ മരിച്ച് സ്വർഗത്തിൽ ചെന്നു. പുതിയ നിയമത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. യൂദാസിന് വെളിപ്പെട്ട ഒരു വെളിപാടാണിത്. യൂദാസ് എന്ന് പറയുന്നത് യൂദാസ് ഇസ്കറിയോത്ത അല്ല, കർത്താവിൻ്റെ ശിഷ്യനായ യൂദാസ്. യൂദാസിന് വെളിപ്പെട്ട പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട യൂദാസ് തദേവൂസ് നമുക്കറിയാം. പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടതല്ല, കർത്താവിൻ്റെ ശിഷ്യനായ യൂദാ തദേവൂസ്. ഈ യൂദാ തദേവൂസ് എഴുതിയ ലേഖനത്തിൽ യൂദാസിന് വെളിപ്പെട്ട ഒരു 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 സത്യമാണിത്. പ്രധാന പുരോഹിതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചു. എന്ന് പറഞ്ഞാൽ മോശ മരിച്ച് മോശയുടെ ശരീരം ഇങ്ങനെ കിടക്കുമ്പോൾ പിശാച് വന്നിട്ട് മിഖായേൽ ദൂതനോട് പറഞ്ഞു, ദേ 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 ഈ ശരീരത്തിൽ എനിക്കൊരു അവകാശം കിടപ്പുണ്ട്. എൻ്റെ അമ്മച്ചി, മോശയുടെ ശരീരത്തിൽ പിശാച് അവകാശം പറഞ്ഞു, ലീഗൽ റൈറ്റ് കിടപ്പുണ്ടെന്ന്. പിശാച് തർക്കിച്ചു മിഖായേലിനോട്. സാധാരണ മിഖായേൽ ദൂതനോട് തർക്കിച്ചാൽ അന്നേരം വിവരം അറിയും. മിഖായേൽ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, കയ്യിലിരിക്കുന്ന വാൾ കൊണ്ടൊരു വീശിയാൽ മതി, പിശാച് 8 കഷണമായിട്ട് തുണ്ടമായിട്ട് മാറും. പക്ഷേ ഈ പിശാചിന് ധൈര്യമായി പിശാചിന് മിഖായേലിനോട് തർക്കിക്കാൻ മോശയുടെ ശരീരത്തെ ചൊല്ലി. മോശയുടെ ശരീരം ദാ സ്വർഗത്തിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ടവരെ, മാലാഖമാർ ദാ മോശ എന്ന മഹാദൈവപുരുഷൻ വരുന്നേ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പിശാച് കയറി ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു, വെയിറ്റ്, ശരീരമൊക്കെ ഇങ്ങോട്ട് എടുത്തോ, പക്ഷേ ഈ ശരീരത്തിൽ എനിക്കൊരു അവകാശം കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്നറിയാമോ? സങ്കീർത്തന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 106-ാം സങ്കീർത്തനത്തിൽ 32, 33 വാക്യങ്ങൾ വായിച്ചാൽ അറിയാം പിശാച് എന്തിനാണ് ഈ അവകാശവാദം ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധയോടിരിക്കണം. ദൈവമല്ല ശിക്ഷിക്കുന്നത്, പിശാച് അവകാശം പറയും പാപത്തിനടിപ്പെട്ടാൽ. സങ്കീർത്തനം 106-ന്റെ വായിക്കാമോ? 32, 33 വാക്യങ്ങൾ. മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അതായത് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് ഈ ജനം പിറുപിറുത്തു, ഹോ, ഞങ്ങളെ ആ ഈജിപ്തിലെങ്ങാണ് ഇട്ടാൽ മതിയായിരുന്നു, ഇവിടെ ഞങ്ങൾക്ക് വെള്ളമുണ്ടോ, ഭക്ഷണമുണ്ടോ, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുത്തം കൊണ്ടുവന്നിരിക്കും. ഇങ്ങനെ ജനം മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും പിറുപിറുക്കുകയാണ്. പിറുപിറുത്തപ്പോ വായിക്കാം. അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. അവർ മൂലം മോശയ്ക്ക് ദോഷമുണ്ടായി. ആര് മൂലം? ഈ ജനം പിറുപിറുക്കും. ജനം പിറുപിറുക്കുന്നത് മൂലം മോശയ്ക്ക് ദോഷമുണ്ടായി. ജനം പിറുപിറുത്താൽ മോശയ്ക്ക് ദോഷമുണ്ടാവും. എന്താ സംഭവിച്ചെന്നറിയാമോ? വായിക്കാം. അവർ അവന് മനോവേദന ഉളവാക്കി. ഈ ജനം ഈ മോശയ്ക്ക് മനോവേദന ഉളവാക്കി. അതായത് ചില വാക്കുകളൊക്കെ പറയുമ്പോൾ ഈ മോശയ്ക്ക് അങ്ങ് വേദനയായി. ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ ജനത്തെ മുഴുവനും ഈ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് മോചിപ്പിച്ച് കൊണ്ടുവന്ന് ഈ ജനത്തെ മണലാരണ്യത്തിലൂടെ 1-2 വർഷമല്ല 40 വർഷം നടത്തി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ജനം പിന്നെയും ഇയാളെ നോക്കിയിട്ട് പറയും, ഇയാൾ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, കൊല്ലാനാണോ എന്നൊക്കെ പറയുമ്പോൾ ഒരു വേദന വരും.
ഒരു വേദന അങ്ങോട്ടുണ്ടായി, കണ്ണങ്ങോട്ട് നിറയും. കണ്ണ് നിറഞ്ഞിട്ട് മോശ ചെയ്യേണ്ടിയിരുന്നത് അത് ബലിപീഠത്തിൽ അങ്ങ് സമർപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ മോശ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ജനത്തെ നോക്കിയിട്ട് വിവേകരഹിതമായി സംസാരിച്ചു. വായിക്കാമോ? അവൻ വിവേകരഹിതമായി സംസാരിച്ചു. മോശ എന്തോ വിട്ടങ്ങ് പറഞ്ഞു. മോശ ഈ ജനത്തെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെയൊക്കെ പ്രസവിച്ചത് ഞാനാണോ ഉള്ള രീതിയിൽ ഒരു വാക്കങ്ങ് പറഞ്ഞു. പാവം, മനോവേദന മൂലമാണ്, മനോവേദന കൂടി ഒരു വാക്കങ്ങ് വിട്ടു പറഞ്ഞു. അതവന് ദോഷമായി. ഒരു വാക്ക് വിട്ടു പറഞ്ഞപ്പോ, മരിച്ചു കഴിഞ്ഞപ്പോ പിശാച് വന്നേക്കുക. മിഖായേലേ വെയിറ്റ്, മോശയുടെ നാക്കിങ്ങ് തന്നേര്. നാക്കേ, ബാക്കി അവയവങ്ങളെല്ലാം എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. കാരണം പിശാച് നിയമപരമായ അവകാശവാദം ഉന്നയിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ ഗൗരവമായാണ് ദൈവം പാപത്തെ എടുക്കുന്നത്. കാരണം പിശാചിന് അവകാശം കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം തിരുവചനം. മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അത്ര ഗൗരവമുള്ള വിഷയമാണ് ഈ പാപം. ഇത് നമ്മളെ ഇട്ട് തകർത്തുകളയും. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ആളുകളെയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ, വിധിക്കുമ്പോൾ, ആളുകളെക്കുറിച്ച് അച്ഛനിതൊന്നും അറിയാത്തതുകൊണ്ടാണ് അവനെക്കുറിച്ച്, അച്ഛൻ ആളിനെ വല്ലതും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നോടൊരാൾ പറയും, ഇപ്പം ഞാൻ പറയാണ്, പിന്നെ എനിക്കറിയാം ആളിനെ, എനിക്കറിയത്തില്ലേ എന്നൊക്കെ വിധിക്കുമ്പോൾ ഈ വ്യർത്ഥവാക്കുകൾക്കെല്ലാം കണക്കൊടു. പിശാച് ലീഗൽ റൈറ്റ്, അവകാശം പറയും. പിശാച് പിന്നെ പറയും, അവകാശം തീർന്നിട്ട് കയറിയാൽ മതി എന്ന് പറയും. അതിനാൽ ഈ ക്രിസ്മസ് കാലയളവിൽ നാം മനസ്സിലാക്കേണ്ടത്, നിസ്സാര കാര്യം പോലും നമ്മളെ തളച്ചിടും, പൂട്ടിയിടും, ബന്ധിച്ചിടും. അതിനാൽ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് അവൻ വന്നത്. ഹല്ലേലൂയ. അവൻ വന്നിരിക്കുന്നത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ബൈബിളിൽ ചില ആളുകൾ ഇതിനെ കാണുന്നത് എന്താണെന്നറിയോ? ഇതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും ദൈവം എന്നെ അനുഗ്രഹിച്ചോളും, ഇങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. ഇവരെ കുറിച്ച് ബൈബിൾ പറയുന്ന വാക്യം എന്താണെന്നറിയാമോ? ഇവരെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, ഈ വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേരെന്നാണ് പറയുന്നത്. വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര്. നിയമാവർത്തന പുസ്തകത്തിലാണ് ആ വചനം നമ്മൾ കാണുന്നത്. അതായത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, അവൻ വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് കണക്കെയാണ് എന്ന് പറഞ്ഞാൽ അതാണ് അവൻ അതോടുകൂടി ആ മരം വെട്ടിക്കളയാനുള്ള വിധിയാണ്. പിന്നെ ആ മരത്തിൽ നിലനിൽക്കാനുള്ള സാധ്യത ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ബത്സയിദ കുളക്കരയിൽ തളർന്നു കിടന്ന മനുഷ്യനോട് അവനെ സുഖപ്പെടുത്തിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഈശോയ്ക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ പാപത്തിനടിപ്പെട്ടു പോയാൽ നമ്മളെ അത് വേട്ടയാടും. മേലിൽ പാപം ചെയ്യരുത്. പാപം ചെയ്താൽ പിന്നെ അനുദപിക്കാതെ നമുക്ക് മോചനമില്ല. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പാപിനിയെ
ഈശോ മോചിപ്പിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷപ്പെടുത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ, ആരും എന്നെ വിധിച്ചില്ല. ഈശോ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പക്ഷേ ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർത്തു, മേലിൽ പാപം ചെയ്യരുത്. കാരണം ഈശോയിൽ വിശ്വസിച്ചാൽ ഈ പാപം എന്നേക്കുമായി ഈശോ എടുത്തു മാറ്റിത്തരും. അവരൊന്നും പിന്നീട് പാപത്തിലേക്ക് വീണില്ല. കാരണം അവർ ഈശോയിൽ വിശ്വസിച്ച് ഈശോയിൽ ശരണപ്പെട്ടു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, യേശുക്രിസ്തു വന്നത് 10 സെന്റ് സ്ഥലം തരാനല്ല, വിസ റെഡിയാക്കി തരാനല്ല. ഇതൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യമാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതും തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നതും നമ്മുടെ ആത്മാവ് നശിച്ചു പോകരുത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ മതബോധന ഗ്രന്ഥം 1034 ഖണ്ഡികയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കണം. 1034 ഖണ്ഡിക സഭയുടെ മതബോധനം എന്താ പറയുന്നതെന്നറിയാമോ? വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്നവർക്കു വേണ്ടി കരുതി വച്ചിരിക്കുന്ന ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗേഹന്നയെപ്പറ്റി യേശു കൂടെ പറയുന്നുണ്ട്. ഗേഹന്ന എന്ന് പറഞ്ഞാൽ നരകം. അതായത് വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി, മരണം വരെ എനിക്ക് വിശ്വാസവും ഇല്ല, എനിക്ക് മാനസാന്തരവും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നി, ഒരിക്കലും കെട്ടുപോകാത്ത അഗ്നി, തീയുടെ സ്ഥാനമായ ഗേഹന്നയെപ്പറ്റി എന്ന് പറഞ്ഞാൽ നരകത്തെപ്പറ്റി യേശു കൂടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത്. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്മസ് നമ്മൾ ആചരിക്കുമ്പോൾ യേശു ക്രിസ്തു എന്തിനാ വന്നേ? പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ. അതുകൊണ്ട് ആദ്യമേ ഈശോയോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ പാപിയാണേ ഞാൻ. ഇതിനകത്ത് ഒട്ടും കുറച്ചിൽ കാണരുത്. യേശുവേ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അന്ധയാചകൻ വഴിയരികിൽ വിടന്ന് വാവിട്ട് നിലവിളിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം, യേശുവേ പാപിയാണേ ഞാൻ, പറ്റിപ്പോയേ, ക്ഷമിക്കണേ. കാരണം ഒരു ചെറിയ പാപം പോലും കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിൽ, ഇതിൽ നിന്ന് മോചനം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നരകിക്കും കിടന്ന് ഈ ഭൂമി. ഇത്രയും കടമുണ്ടാകാൻ കാര്യം കരുതുന്നുണ്ടോ? ദൈവത്തിന് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന്, സ്വർഗത്തിൽ നിക്ഷേപം ഇല്ലാഞ്ഞിട്ടാണെന്ന്, നമുക്ക് ജോലി തരാൻ ഈ ഭൂമിയിൽ സാധ്യതയില്ലാഞ്ഞിട്ടാണെന്ന്, ജീവിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണെന്ന്, നമുക്ക് മാത്രം വസ്തുവും വീടും ഇല്ലാത്ത ഭൂമി വസ്തു ഇല്ലാഞ്ഞിട്ടാ? ഭൂമിയിലെ 1/3 പോലുമുള്ള സ്ഥലം മനുഷ്യൻ താമസിച്ചിട്ടില്ല, വെറുതെ കിടക്കുന്ന സ്ഥലം. 4/3 കടലാണ്, അതിലൊരു ഭാഗം മാത്രമേ കരയുള്ളൂ. ആ കരയിൽ 1% പോലും താമസിക്കാൻ സ്ഥലങ്ങൾ. ഞാൻ ഓസ്ട്രേലിയക്ക് പോയപ്പോൾ തീരപ്രദേശത്തൊക്കെ കുറച്ച് സ്ഥലങ്ങളിലെ ആളുകൾ താമസമുള്ളൂ. അങ്ങോട്ട് കിടക്കുകയാണ് വലിയ സ്ഥലങ്ങൾ. ആ ഭൂഖണ്ഡം മുഴുവനും ആകപ്പാടെ ഇന്ത്യയുടെ േക്കാളും 3 മടങ്ങ് വലിപ്പമുള്ള സ്ഥലമാണ് ഓസ്ട്രേലിയ. ഇന്ത്യയെക്കാളും ജനസംഖ്യയോ കേരളത്തിൻ്റെ അത്രയും ജനസംഖ്യ, 3.5 കോടി ആൾക്കാരേ ഉള്ളൂ അവിടെ. ഇന്ത്യയെക്കാളും 3 മടങ്ങ് വലിപ്പമുള്ള ഒരു ഭൂഖണ്ഡത്തിൽ കേരളത്തിൽ എത്ര ആൾക്കാർ മാത്രമേ അവിടെ താമസമുള്ളൂ? ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഭൂമി കിടപ്പുണ്ട്. നമുക്ക് മാത്രം എന്താ 5 സെന്റ് സ്ഥലം കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പറ്റാത്ത, ചില കടങ്ങൾ മാറാത്ത, നമുക്ക് മാത്രം എന്താ വഴികൾ തെളിയാത്ത? സ്നേഹമുള്ളവരെ, പരിശോധിക്കണം, ആത്മശോധന ചെയ്യണം. യേശു ക്രിസ്തു ഒന്നാമതായി വന്നത് നമുക്ക് ഈ ദുരിതം നമ്മിൽ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ, നമ്മെ വേട്ടയാടുന്ന പാപത്തിൽ നിന്നൊക്കെ മോചിക്കണം. അതുകൊണ്ട് ചെറിയ കാര്യം പോലും നാം ആത്മശോധന ചെയ്ത് കണ്ടെത്തി ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കണം. അതുവഴി നാം ഒരു അനുഗ്രഹമായി മാറും. അതുകൊണ്ട്
നമ്മുടെ പാപം നമ്മെ വേട്ടയാടാൻ നമുക്ക് ഇടയാകാതിരിക്കട്ടെ.